നമസ്കാരം. ഇന്നത്തെ ടാരറ്റ് റീഡിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൽ 2 പൈലുകളാണുള്ളത്. ഇതിൽ നിങ്ങളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് അടുത്ത സന്ദേശം തീരുമാനിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. പൈൽ 1 തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ കാർഡ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി സ്ഥിരതയിലേക്കാണ് നീങ്ങുന്നത്. കുടുംബം, സാമ്പത്തിക സുരക്ഷ, ദീർഘകാല നേട്ടങ്ങൾ എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിൻ്റെ ഫലം പതുക്കെ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. രണ്ടാമത്തെ കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ വളരെ കഠിനമായി പരിശ്രമിക്കുന്ന ഘട്ടത്തിലാണ് എന്നാണ്. നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും ഭാവി സുരക്ഷിതമാക്കാനുമുള്ള ശ്രമങ്ങൾ വെറുതെയാകില്ല. ക്ഷമയോടെ മുന്നോട്ട് പോകും. മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വേഗതയേക്കാൾ സ്ഥിരതയാണ് ഈ കാർഡിൻ്റെ സന്ദേശം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്പം വൈകിയാലും ഉറപ്പായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഓരോ ചുവടും കൃത്യമായി മുന്നോട്ട് വയ്ക്കുക. നാലാമത്തെ കാർഡ് ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. ഈ കാർഡ് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ആകർഷണ ശക്തിയെയും കാണിക്കുന്നു. ആളുകൾ നിങ്ങളുടെ കഴിവ് തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾക്ക് സ്വാഭാവികമായ ലീഡർഷിപ്പ് ഉണ്ട്. സ്വന്തം കഴിവിൽ വിശ്വാസം പുലർത്തുക. അഞ്ചാമത്തെ കാർഡ് 7 ഓഫ് വാണ്ട്സ് ആണ്. ഈ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങളെയോ വിജയത്തെയോ ചോദ്യം ചെയ്യുന്ന ചില ആളുകൾ ഉണ്ടാകാം. പക്ഷേ ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ്. നിങ്ങളുടെ പരിശ്രമം സംരക്ഷിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ആറാമത്തെ കാർഡ് 10 ഓഫ് സ്വോർഡ്സ് ആണ്. ഇത് റിവേഴ്സ് ആണ്. ഇത് വളരെ പോസിറ്റീവായ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. കഴിഞ്ഞ കാലത്തെ വേദനകളും നിരാശകളും അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ പതുക്കെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഉയർന്നു വരികയാണ്. ഇനി പഴയ വേദനകളിൽ നിന്ന് മോചിതമാകാനുള്ള സമയമാണ്. അവസാന കാർഡാണ് ജസ്റ്റിസ്. ഈ സ്പ്രെഡിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശം ഇതാണ്. നിങ്ങൾ വിതച്ചത് തന്നെയാണ് നിങ്ങൾ കൊയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നീതിയും ബാലൻസും തിരിച്ചു വരും. നിയമപരമായ കാര്യങ്ങളിലോ ജോലിയിലോ ബന്ധങ്ങളിലോ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സത്യസന്ധമായി മുന്നോട്ട് പോകുന്നവർക്ക് ഈ കാർഡ് മികച്ച ഫലമാണ് നൽകുന്നത്. മൊത്തത്തിൽ ഈ സ്പ്രെഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കഠിനഘട്ടം അവസാനിക്കുകയാണ്. കഠിനാധ്വാനം, ക്ഷമ, ആത്മവിശ്വാസം എന്നിവയാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സാമ്പത്തിക സ്ഥിരത, അംഗീകാരം, നീതി, പുതിയ തുടക്കം ഇവയെല്ലാം ഈ സ്പ്രെഡിൽ വളരെ ശക്തമായി കാണുന്നു. നന്ദി. ഇനി രണ്ടാമത്തെ കാർഡ് എടുത്തിരിക്കുന്ന ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. നമുക്ക് ആദ്യമായി കിട്ടിയിരിക്കുന്നത് 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി വികസനത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും വക്കിലാണ്. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന സമയമാണിത്. വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ. രണ്ടാമത് കിട്ടിയിരിക്കുന്ന കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി ബാലൻസ് നിലനിർത്തുക എന്നതാണ്. ജോലി, കുടുംബം, സാമ്പത്തികം, വ്യക്തിപരമായ ജീവിതം ഇവയെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അമിത സമ്മർദ്ദം ഒഴിവാക്കി മുൻഗണനകൾ നിശ്ചയിക്കേണ്ട സമയമാണിത്. അടുത്തത് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വളരെ നല്ല അവസരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. പുതിയ ജോലി, പുതിയ പഠനം, സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ തുടക്കം കാണുന്നു. ചെറിയ അവസരമെന്ന് കരുതി അവഗണിക്കരുത്. അടുത്തതായി കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചില പഴയ മുറിവുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നിലനിൽക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ വിട്ടുപോകാൻ പഠിച്ചാൽ മാത്രമേ പുതിയ അനുഗ്രഹങ്ങൾക്ക് ഇടം ലഭിക്കൂ. അഞ്ചാമത്തെ കാർഡ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആത്മവിശ്വാസവും നേതൃപാഠവുമാണ്. നിങ്ങൾ തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ആറാമത്തെ കാർഡ് 2 ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം വ്യക്തമാണ്. തീരുമാനം മാറ്റിവെക്കുന്നത് പ്രശ്നം പരിഹരിക്കലല്ല. നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും ഒരുപോലെ കേട്ട് വ്യക്തമായ തീരുമാനം എടുക്കുക. ഏഴാമത്തെ കാർഡ്, അവസാനത്തെ കാർഡും നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് വാണ്ട്സ് ആണ്. ഈ റീഡിങ്ങിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശമാണിത്. നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അംഗീകാരവും വിജയവും ലഭിക്കും. മറ്റുള്ളവരുടെ പ്രശംസയും നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന കാലഘട്ടമാണിത്. ഈ 7 കാർഡുകളും ചേർന്ന് നൽകുന്ന പ്രധാന സന്ദേശം, ഇപ്പോൾ ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായാലും നിങ്ങളുടെ മുന്നിൽ പുതിയ അവസരങ്ങളും ഒടുവിൽ വിജയവും കാത്തിരിക്കുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കാരണം ഈ സ്പ്രെഡിൻ്റെ അവസാന എനർജി വിജയത്തിൻ്റേതാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊനേറ്റ് ചെയ്തില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.